ജോസ് കെ മാണിയും ഗണേശനും ജോസഫ് ഗ്രൂപ്പിലേക്ക് പ്രാരംഭ ചർച്ചകൾ തുടങ്ങി. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന തലപ്പേര് വീണ കേരള കോൺഗ്രസ് പാർട്ടികളിൽ ഇപ്പോഴും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ജോസ് കെ മാണിയും കെ ബി ഗണേഷ് കുമാറും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കാൻ തീരുമാനിച്ചതായി സൂചന. ജേക്കബ് ഗ്രൂപ്പ് നേതാവും വി ഡി സതീശൻ സർക്കാരിൽ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായ അനൂപ് ജേക്കബും ജോസഫിന്റെ കേരള കോൺഗ്രസുമായി കൈകോർക്കാൻ തീരുമാനിച്ചതായാണ് പിന്നാമ്പുറ വാർത്തകൾ. 1957 EMS മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന അന്തരിച്ച PT ചാക്കോയുടെയും ജോസ് കെ മാണിയുടെ മാതൃ സഹോദരിയുടെ മകനുമായ PC തോമസ് ജോസിനെയും കൂട്ടരെയും ജോസഫ് ഗ്രൂപ്പിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും റോഷി അഗസ്റ്റിൻ തടയിട്ടതാണ് ലയനം വഴിമുട്ടാൻ അന്ന് കാരണമായത്. ഇടതുമുന്നണി മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും 10 സീറ്റുകളിലെങ്കിലും രണ്ടിലെ പാർട്ടി വിജയിച്ചാൽ 2 or 3 മന്ത്രിസ്ഥാനങ്ങൾ തരപ്പെടുമെന്നും UDFിനൊപ്പം പോയ ജോസഫുമായി ചേർന്നാൽ നമ്മുടെ പാർട്ടിക്ക് വളർച്ചയുണ്ടാവില്ലെന്നും ജോസ് കെ മാണിയെ പറഞ്ഞു പറ്റിച്ചത് റോഷി അഗസ്റ്റിനാണെന്നാണ് മത്സരിച്ച സകല സീറ്റിലും തോറ്റതോടെ പാർട്ടിയിലുള്ളവരും ജോസ് കെ മാണിയോട് അടുപ്പമുള്ളവരും ഇപ്പോൾ പറയുന്നത്. ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളുന്ന നേതാക്കളോ അണികളോ ജോസഫിനും മോൻസിനും ഒപ്പമില്ലെന്ന് കളിയാക്കി നടന്ന ജോസ് കെ മാണിയും റോഷിയും കിട്ടിയ 8 സീറ്റിൽ 7ലും വിജയിച്ച ജോസഫിന്റെ പാർട്ടിയുടെ കുത്തനെയുള്ള വളർച്ച നെഞ്ചിടിപ്പോടെയാണിപ്പോൾ നോക്കിക്കാണുന്നത്. പേരിന് പോലും ഒരു MLA ഇല്ലാത്ത ജോസിന്റെ പാർട്ടിക്ക് ഇനി ജോസഫിനോട് പോരിന് പോകാനുള്ള ആയുധമോ അണികളുടെ പിൻബലമോ ഇപ്പോഴില്ല. നിലനിൽപ്പിനായി ജോസഫിനൊപ്പം ചേരുന്നതാണ് നല്ലതെന്ന് ജോസ് കെ മാണിയും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ലയനം കൊണ്ട് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടിക്ക് നിവർന്നു നിൽക്കാൻ കഴിയൂ എന്ന നിലപാടാണ് ജോസിന്റേതെന്നും സൂചനയുണ്ട്. കഴിഞ്ഞ തവണ 5 MLA-മാരുമായി പിണറായി സർക്കാരിനൊപ്പം നിന്ന പാർട്ടിക്കിപ്പോൾ നിയമസഭയിൽ ആരുമില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് MLA-മാരില്ലാതാവുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. അതേസമയം 2021 10 സീറ്റുകളിൽ മത്സരിച്ച ജോസഫ് വിഭാഗത്തിന് 2 മാത്രമായിരുന്നു അന്ന് ജയിക്കാനായത്. പാർട്ടി ചെയർമാനായ PJ ജോസഫ് തൊടുപുഴയിൽ നിന്നും മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിന്നും നിയമസഭയിലെത്തിയെങ്കിലും 99 സീറ്റുകൾ നേടിയ ഇടതുമുന്നണി കേരളത്തിൽ രണ്ടാമതും അധികാരത്തിലെത്തുകയായിരുന്നു. 10 കൊല്ലത്തിന് ശേഷം വീണ്ടും അധികാരത്തിലെത്തുന്ന UDFിലെ പ്രധാന ഘടകകക്ഷികളിൽ 2ാം സ്ഥാനത്താണ് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ്. ഇത്തവണ ഇടുക്കിയും ഏറ്റുമാനൂരും കോൺഗ്രസിന് വിട്ടുകൊടുത്ത ജോസഫ് ഗ്രൂപ്പ് ശേഷിച്ച 8 സീറ്റുകളിൽ 7ലും വിജയിച്ചു. ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചതെങ്കിലും തത്വത്തിൽ അതിന്റെ ക്രെഡിറ്റും ജോസഫ് ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ്. പാർട്ടി ചെയർമാൻ PJ ജോസഫിന് പകരം തൊടുപുഴയിൽ അദ്ദേഹത്തിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് ഇത്തവണ ജനവിധി തേടിയത്. 40,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് അപ്പു ജോൺ ജോസഫ് അവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. 102 MLA-മാരുമായി അധികാരത്തിലേക്കെത്തിയ കോൺഗ്രസ് മുന്നണിയിൽ ഇപ്പോൾ ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഉയരുമ്പോഴും ജലവിഭവവും രജിസ്ട്രേഷൻ വകുപ്പും മാത്രമല്ല ചീഫ് വിപ്പ് പദവിയും ജോസഫ് ഗ്രൂപ്പിന് ലഭിച്ചു. 2ാം പിണറായി സർക്കാരിൽ ജോസ് കെ മാണിയുടെ പാർട്ടി കൈയടക്കി വെച്ച പദവികളായിരുന്നു ഇവ രണ്ടും. പിണറായി മുഖ്യമന്ത്രിയായ 1ഉം 2ഉം സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ ഇത്തവണ തോൽവി തൊപ്പി അണിഞ്ഞതോടെ ആ പാർട്ടിയും അസ്തമയ ചക്രവാളത്തിലേക്ക് മാറുകയാണ്. അധികം വൈകാതെ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കും. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകളിൽ റവന്യൂ മന്ത്രിയായും ഒട്ടേറെ തവണ ധനകാര്യ വകുപ്പ് മന്ത്രിയായും പേരെടുത്ത പാലായുടെ മാണിക്യം KM മാണിയുടെ പാർട്ടിക്കാണ് ഈ ദുരവസ്ഥ. കേരളത്തിൽ ഈ പാർട്ടി ഏതാണ്ട് ഇല്ലാതായ മട്ടാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് CPM മുന്നണിയുടെ ശക്തമായ പ്രതിഷേധ കൊടുങ്കാറ്റിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും കഴിയാതെ വിയർക്കുന്ന KM മാണിയെ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് നിയമസഭയ്ക്കുള്ളിൽ തടഞ്ഞുവെച്ച KM മാണിയെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വമാണ് സുരക്ഷയൊരുക്കി സംരക്ഷണ വലയം തീർത്ത് സംരക്ഷിച്ചത്. മാണി സാറിന്റെ പാർട്ടിയെ CPM പാളയത്തിലേക്ക്
എത്തിച്ച ജോസ് കെ മാണിയോട് പാലായിലെ ജനങ്ങൾ ഇന്നുവരെ പൊറുത്തിട്ടില്ല. ജോസിനോട് വോട്ടർമാർക്കുള്ള വെറുപ്പും വിരോധവുമാണ് മാണിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം രണ്ടിലെ പാർട്ടി പാലാ മണ്ഡലത്തിൽ തുടർച്ചയായി തോൽക്കാൻ ഇടയാക്കിയത്. പാലായും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഇടുക്കിയും റാന്നിയും മാണിപ്പാർട്ടിയെ ഇത്തവണ കൈവിട്ടു. പാർട്ടി ചിഹ്നത്തിനായി സുപ്രീം കോടതി വരെ നീണ്ട കേസിൽ രണ്ടിലെ ചിഹ്നം വിട്ടുകൊടുത്ത PJ ജോസഫിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കേരളത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടാക്കാനും കഴിഞ്ഞു. ജോസഫ് ഗ്രൂപ്പിന്റെ മിന്നും വിജയം വിരൽ ചൂണ്ടുന്നതും അത് തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ചയുടെ മുഖമായി മാറുകയാണ് PJ ജോസഫ്. ഗവർണറെ കണ്ട ശേഷം VD സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി, ഏറ്റുമാനൂർ സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകിയ UDFിലെ മുതിർന്ന നേതാവാണ് PJ ജോസഫ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആ പാർട്ടിക്ക് ലഭിച്ച വലിയ ഒരു അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നവരും കുറവല്ല. 1964 കേരള കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ റബ്ബർ കർഷകരടക്കമുള്ള കൃഷിക്കാരുടെ ക്ഷേമവും പുരോഗതിയും മാത്രമായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതാപം കത്തി നിൽക്കുന്ന കാലത്താണ് NSS ആചാര്യൻ മന്നത്ത് പത്മനാഭൻ പാർട്ടിക്ക് കേരള കോൺഗ്രസ് എന്ന് പേരിട്ടത്. പാലായിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരും പാർട്ടിക്ക് പിന്തുണ നൽകി. ഒറ്റ പാർട്ടിയായിരുന്ന കേരള കോൺഗ്രസ് പിന്നീട് പലവട്ടം പിളർന്നു, വീണ്ടും കൂടിച്ചേർന്നു. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് 17 സീറ്റുകളിൽ വിജയിച്ച ചരിത്രവും ഐക്യ കേരള കോൺഗ്രസിന് അവകാശപ്പെടാനുണ്ട്. മാണിയോട് പിണങ്ങി പടിയിറങ്ങിപ്പോയ മുൻ പൂഞ്ഞാർ MLA PC ജോർജ് പിന്നീട് സെക്കുലർ കേരള കോൺഗ്രസും അതിനുശേഷം ജനപക്ഷം പാർട്ടിയും ഉണ്ടാക്കിയെങ്കിലും ഒടുവിൽ BJPയിലേക്ക് ചേക്കേറി. ജോസ് കെ മാണിയും KB ഗണേഷ് കുമാറും അനൂപ് ജേക്കബും സ്വാർത്ഥത വെടിയുകയും ഒറ്റ കേരള കോൺഗ്രസ് ആയി PJ ജോസഫിനൊപ്പം നിലനിൽക്കുകയും ചെയ്താൽ മുസ്ലിം ലീഗിനെ പോലെ പ്രബല ഘടകകക്ഷിയായി മാറാൻ കഴിയും. ഒരു കാലത്ത് KM മാണിയും പിള്ളയും ജോസഫും ജേക്കബും ഡോക്ടർ KC ജോസഫും അടക്കം ഒരേ സമയം 5 മന്ത്രിമാർ വരെ ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്. PC തോമസും മോൻസും അബു ജോൺ ജോസഫും ജോസ് കെ മാണിക്കായി ഇതിനോടകം വാതിൽ തുറന്നിട്ട് കഴിഞ്ഞു. ജോസ് കെ മാണിയുമായി ഇപ്പോഴും ഏറെ അടുപ്പമുള്ള PC തോമസ് മുൻകൈയെടുത്ത് മാറി നിൽക്കുന്ന ഗണേഷിനെയും ജോസഫ് ഗ്രൂപ്പിൽ എത്തിക്കുമെന്നും സൂചനയുണ്ട്. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ PC ജോർജും PJയുമായി ഒരുമിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ജോസ് കെ മാണിക്ക് ഇടതുമുന്നണി വിടാൻ 100 വട്ടം സമ്മതമാണെങ്കിലും റോഷി ഉയർത്തുന്ന തടസ്സങ്ങൾ തള്ളി നീക്കി പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന നിലപാടാണ് ലയനത്തെ അനുകൂലിക്കുന്ന മറ്റു ചില നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കുന്നത്. മുസ്ലിം ലീഗിനെ പോലെ പ്രബല ശക്തിയാവുക എന്നതാണ് ഐക്യ കേരള കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിയായി മാറാൻ കേരള കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകമെന്നാണ് രാഷ്ട്രീയ കേരളവും വിലയിരുത്തുന്നത്. A to Z ന്യൂസ് മലയാളം 24.